ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. തെർമോഡൈനാമിക്സിന്റെ നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി ചിലപ്പോൾ ഒരു ബോറിംഗ് ആയിട്ടൊക്കെ തോന്നിയേക്കാം, ബട്ട് സ്റ്റിൽ ഫോർ ഗെറ്റിംഗ് എ ഗുഡ് മാർക്സ് നമുക്ക് തെർമോഡൈനാമിക്സ് ഫുള്ളായിട്ട് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അത് നന്നായി പഠിക്കുക. മിക്കവാറും എല്ലാ പ്രാവശ്യവും ഞാൻ പറഞ്ഞ പോലെ 6 to 7 ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് വരാറുണ്ട്. സോ ഇഫ് യു നോ ദിസ് thoroughly, then you will surely get മാർക്സ് ഓഫ് എത്രയാണ്, ഒരു 28 to 30 മാർക്സ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് don't miss this chapter. You have to thoroughly study this chapter. അപ്പം നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചു എന്തായിരുന്നു? ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ സേസ് ദാറ്റ് total heat generated or total heat is equal to work done. It is utilized for work done plus internal energy. അപ്പം ഒരു പ്രോസസ്സിൽ നമ്മൾ ഹീറ്റ് ഈസ് ഓർ ചേഞ്ച് ഇൻ Q ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ വർക്ക് ഡൺ ആൻഡ് ഇന്റേണൽ എനർജി. സോ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് മോളിക്യൂളിനകത്തുള്ള എനർജിയാണ്, വർക്ക് ഡൺ. ബട്ട് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താ? സെക്കൻഡ് ലോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനർജി വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർക്ക് യൂട്ടിലൈസ്, ആ എനർജി കുറച്ച് എനർജി നമ്മൾ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതായത് നമ്മുടെ പി ഡെൽറ്റ വി ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് പ്രഷറിന്റെ ഡെൽറ്റ വി അല്ലെങ്കിൽ ഇന്റഗ്രൽ പി ഡി വി, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ പി ഡി വി കർവിന്റെ ഫുൾ ഏരിയ. ഇനി ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ ഇതിനകത്തുള്ള ഏരിയ. സോ വാട്ട് എവർ വേ വി ആർ ടേക്കിംഗ് ദാറ്റ് ഈസ് വർക്ക് ഡൺ. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്നതാണ് നമ്മളുടെ കുറച്ച് എനർജി വർക്ക് ഡണിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ലോ പറയുന്നത് എന്താ? ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ആ വർക്ക് ഡണിൽ നമുക്ക് ഹീറ്റ് എനർജിയാണ്. ആ ഹീറ്റ് എനർജി ഈസ് അല്ലെങ്കിൽ ഒരു ഹീറ്റ് എനർജി കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് ഡൺ ചെയ്യുന്നു, അതിനുശേഷം ബാലൻസ് ഉണ്ടാകുന്നു. അപ്പൊ നോർമലി നമ്മൾ എന്താ പറയുന്നത്? 100% എന്തുമാത്രം നമ്മൾ എനർജി ഈ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, അത് ഫുള്ളായിട്ട് എടുക്കുന്നു. നമ്മുടെ ടോട്ടൽ സപ്ലൈ ചെയ്യുന്ന ക്യൂവിൽ നിന്ന് എന്തുമാത്രം എനർജി വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു, അത് ഫുള്ള് കൊണ്ട് ആ വർക്ക് ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്. ബട്ട് സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് ലോസ് അതിനകത്ത് ഉണ്ടാകും. സോ ദാറ്റ് ലോസ് ഈസ് ഫസ്റ്റ് വൺ. Q1 എനർജിയാണ് നമ്മൾ വർക്ക് ഡണിന് വേണ്ടി ചെലവാക്കിയെന്ന് വിചാരിച്ചു. എന്നിട്ട് അവസാനം നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ദിസ് വാസ് അവർ ഇൻപുട്ട്. ഔട്ട്പുട്ട് കിട്ടിയത് Q2 ഉണ്ടാവുള്ളൂ. ദാറ്റ് Q2 ഈസ് ഓൾവേസ് ലെസ് ദാൻ Q1. നമ്മുടെ ഇനിഷ്യൽ നമ്മൾ കൊടുക്കുന്ന എനർജിനേക്കാളും കൊടുക്കുന്ന ഹീറ്റിനേക്കാളും കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. നമ്മൾ കൊടുക്കുന്നത് മുഴുവനായിട്ട് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടത്തില്ല, കുറച്ച് ഭാഗം ലോസ് ആയി പോകും. സോ അത് എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ലോസിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ Q1 മൈനസ് Q2 ബൈ എന്തുമാത്രം യൂട്ടിലൈസ് ചെയ്തു, ഈ Q2 നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. സോ Q1 മൈനസ് Q2 ബൈ ഈറ്റ ഈസ് ഇറ്റ്സ് എഫിഷ്യൻസി. സോ ഈറ്റ എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ്, അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി ഇതാണ് നമ്മുടെ എഫിഷ്യൻസി. അപ്പൊ ഇതിനാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ബൈ എന്താ ഇൻപുട്ട്. അപ്പൊ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഹീറ്റ് എനർജി നമ്മൾ വർക്ക് ഡണിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീറ്റ് എഞ്ചിൻ. ഐദർ വി വിൽ കോൾ ഇറ്റ് ആസ് ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ഓർ കാർനോട്ട് എഞ്ചിൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. കാർനോട്ട് എഞ്ചിൻ ഈ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിസർവോയർ ഉണ്ടായിരിക്കും. ഒരു റിസർവോയറിൽ നമുക്കൊരു ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും, T1 എന്ന് നമുക്ക് വിചാരിക്കാം. ആ റിസർവോയറിൽ ഒരു ഹൈ ടെമ്പറേച്ചർ, അതായത് റിസർവോയർ എന്ന് പറയുന്നത് എന്തുമാത്രം അതിന് എടുത്താലും അതിന് ടെമ്പറേച്ചർ അത് കുറയില്ല, അത്രയ്ക്കും അത് എപ്പോഴും അതിനകത്ത് നിറഞ്ഞുണ്ടാവും. ഇതേമാതിരി തന്നെ ഒരു റിസർവോയറും സിങ്കും ഉണ്ടാവും. സിങ്കിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും, ഇതിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ. അപ്പൊ നമ്മളൊരു കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് ഇതിൽ നിന്നും നമ്മൾ ഹീറ്റ് എടുക്കുന്നു. ഒരു Q1 ഹീറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് ഡണിന് വേണ്ടി എടുക്കുന്നു. ആ വർക്ക് ഡൺ, ആ ഹീറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു വർക്ക് ഡണിന് വേണ്ടി ഹീറ്റ് എനർജിയെ എടുത്ത് കൺവേർട്ട് ചെയ്യുന്ന ആ മെഷീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർനോട്ട് എഞ്ചിൻ അല്ലെങ്കിൽ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ. ഐഡിയൽ ഹീറ്റ് എഞ്ചിന് ഏറ്റവും കൂടുതൽ നമുക്ക് എഫിഷ്യൻസി കിട്ടുന്നതാണ് കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിനേക്കാളും അപ്പുറത്തേക്ക് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല എഫിഷ്യൻസി. സോ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർനോട്ട് എഞ്ചിൻ തന്നെയാണ്. അപ്പൊ ഈ കാർനോട്ട് എഞ്ചിൻ ഇതിനകത്തുനിന്ന് റിസർവോയറിൽ എത്ര എടുത്താലും കുറയില്ല. റിസർവോയറിന് ഒരു ക്വാണ്ടിറ്റി, ഒരു ടൈപ്പ് ഓഫ് ഒരു ഹീറ്റ് എനർജി നമ്മൾ എടുത്തു, എന്നിട്ട് നമ്മൾ വർക്ക് ഡൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ബാക്കി നമുക്ക് വർക്ക് ഡൺ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഹീറ്റ് എനർജിയാണ് ദാറ്റ് ഈസ് Q2. ബാലൻസ് ഉള്ളതാണ് Q2, Q1. കുറച്ച് ഭാഗം നമുക്ക് ലോസ് ആയി. അപ്പൊ എന്തുമാത്രം എഫിഷ്യന്റ് ആണ് അപ്പൊ ഈ സമയത്ത് ഇതിന്റെ ടെമ്പറേച്ചർ T2 ആയിരിക്കും. അപ്പൊ എന്തുമാത്രം എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. അത് പല രീതിയിൽ വരുന്നു എന്ന് മാത്രം. അപ്പൊ നോക്കാം. എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Q1 മൈനസ് Q2 ബൈ Q1 അല്ലേ? ഇനിഷ്യൽ മൈനസ് ഫൈനൽ ബൈ ഇനിഷ്യൽ, ദാറ്റ് ഈസ് അവർ എഫിഷ്യൻസി.
അപ്പൊ Q1/Q1 എത്ര? 1 മൈനസ് Q2/Q1. ഇതാണ് നമ്മുടെ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ. ഇതിനെ നമുക്ക് ടെമ്പറേച്ചറിനെ വെച്ചിട്ടും കണക്കാക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് T2/T1. സോ നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് Q2/Q1 ഈസ് ഈക്വൽ ടു 1 മൈനസ് T2/T1. സോ ഈ കാർനോട്ട് എഞ്ചിന്റെ കേസിൽ ദിസ് ഈസ് ഈക്വൽ ടു ഈറ്റ. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2/Q1 ഈസ് ഈക്വൽ ടു 1 മൈനസ് T2/T1. ഈ രണ്ട് ടേംസിൽ നമുക്ക് എന്തെഴുതാം? only thing is that you have to put temperature in terms of Kelvin. അത് മാത്രം ഓർത്താൽ മതി. സോ ദാറ്റ് ഈസ് എ കേസ് വിത്ത് കാർനോട്ട് എഞ്ചിൻ. അതിന്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ മറ്റേ പാർട്ടായി ഇന്റേണൽ എനർജിയും കൂടെ നോക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു പല പ്രോസസ്സസ് ഓഫ് തെർമോഡൈനാമിക്സ്. ഏതൊക്കെയായിരുന്നു? ഐസോതേർമൽ അല്ലേ, ഐസോതേർമൽ, ഐസോബാറിക്, ഐസോകോറിക്, അഡേബാറ്റിക്. ഈ 4 പ്രോസസ്സ് നമ്മൾ പഠിച്ചു. അഡേബാറ്റിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ്, ഐസോബാറിക്, ഐസോകോറിക് ആൻഡ് അഡേബാറ്റിക്. ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ ഈസ് കോൺസ്റ്റന്റ് അല്ലേ, പ്രഷർ ഈസ് കോൺസ്റ്റന്റ്. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വോളിയം ഈസ് കോൺസ്റ്റന്റ്. ഐസോ അഡേബാറ്റിക് എന്ന് പറഞ്ഞാൽ there is no heat exchange. No heat exchange. അതായത് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0. അപ്പൊ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈസ് ഈക്വൽ ടു NRT. സോ അതിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടേം. സോ ഇറ്റ് ഈസ് ആക്ച്വലി പി വി ഈസ് കോൺസ്റ്റന്റ് അല്ലേ, നമ്മൾ പഠിച്ചു. പി വി ഈസ് കോൺസ്റ്റന്റ്, P1/P2 ഈസ് ഈക്വൽ ടു V2/V1. കാരണം പി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വി. ഓക്കെ. അതേപോലെ തന്നെ ഐസോബാറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഐസോബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രഷർ. So it is pressure is constant. So V and T are V is proportional to T. So V1/V2 is equal to T1/T2. അത് പഠിച്ചു. Then again volume is constant എന്ന് പറഞ്ഞാൽ P യും T യും തമ്മിലാണ്. So P is directly proportional to T. P1/P2 is equal to T1/T2. അതും പഠിച്ചു. Then here it is നമ്മൾ പഠിച്ചു PV raised to gamma is a constant. സോ ഓരോ കേസിലും നമ്മൾ പഠിച്ചു. അപ്പൊ ഇത് ഓർത്താൽ മതി. ഏത് കേസിലാണ്? ഹിയർ ഇറ്റ് ഈസ് ഐസോതേർമൽ കേസിൽ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി 0. ഹിയർ ഇറ്റ് ഈസ് ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇല്ല, ഡെൽറ്റ പി ഈസ് 0. പ്രഷറിന് ദർ ഇസ് നോ ചേഞ്ച്. ഹിയർ ഇറ്റ് ഈസ് ഡെൽറ്റ വി ഈസ് 0. അഡേബാറ്റിക്കിൽ നോ ഹീറ്റ് എക്സ്ചേഞ്ച്, ഡെൽറ്റ ക്യൂ ഈസ് 0. സോ ഓരോന്നിന്റെ കേസ് ഇതാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിച്ച എന്താണ്? ടോട്ടൽ ഹീറ്റ് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ work done. Total energy is utilized for work done as internal energy. Internal energy എന്ന് പറഞ്ഞാൽ മോളിക്യൂളിന് അകത്തുള്ള ഒരു എനർജിയാണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി എപ്പോഴാണ്? ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വരുമ്പോൾ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഭയങ്കരമായിട്ട് മൂവ്മെന്റ് നടത്തും. അന്നേരം ഉണ്ടാകുന്ന എനർജിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹിറ്റ് ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന്റെ എനർജിയാണ് ആക്ച്വലി ദിസ് ഈസ് മോളിക്കുലർ ഇന്റേണൽ മോളിക്കുലർ എനർജി. ഇന്റേണൽ മോളിക്കുലർ എനർജി. So as per equipartition, as per equipartition theorem വെച്ചിട്ട് കൈനറ്റിക് എനർജി, ആക്ച്വലി ദിസ് ഇസ് കൈനറ്റിക് എനർജി ആണ് സംഭവിക്കുന്നത്. ആ മൂവ്മെന്റ് കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഓഫ് ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ പഠിച്ചു. ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് മോണോ അറ്റോമിക്കിന്റെ കേസിൽ എഫ് ഇസ് ഈക്വൽ ടു 3, ഡയാറ്റോമിക്കിന്റെ കേസിൽ F is equal to 5, ട്രയറ്റോമിക്കിന്റെ കേസിൽ F is equal to 6. അതെല്ലാം നമ്മൾ പഠിച്ചു. വൈബ്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ these are the cases. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ വൺ മോളിക്യൂൾ കേട്ടോ. ഫോർ വൺ മോളിക്യൂളിന് ഉണ്ടാകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു KB ഇൻറ്റു T ആണ്. KB എന്ന് വെച്ചാൽ എന്താ? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ് KB എന്ന് പറയുന്നത്. താഴേക്ക് എഴുതാമല്ലോ. സോ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു ഫ്രീഡത്തെ, ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് F/2 ഇൻറ്റു KB ഇൻറ്റു T. ഒരു മോളിക്യൂളാണ്. കുറെ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് 10 ആയല്ലോ. ആ എന്നിനെ നമുക്ക് എന്തെഴുതാം? നമുക്ക് N ആണ്. നമ്മുടെ ബേസിക് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു NRT ആണ്. അപ്പൊ നമുക്ക് എന്നിന്റെ ടേംസ്, N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ അവഗാഡ്രോസ് നമ്പർ. അവഗാഡ്രോസ് നമ്പർ ഞാൻ N എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോഴാണ് നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഈ എന്നിനെ എന്ത് എഴുതാം? പിന്നെ ഒരു ഇക്വേഷൻ കൂടെ എഴുതാം. നമ്മുടെ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NE ഇൻറ്റു അവഗാഡ്രോസ് നമ്പർ ഇൻറ്റു
നമ്മുടെ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. അത് മിക്കവാറും ഇത് ചോദിക്കത്തില്ല, പക്ഷെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും. അതിൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വയ്യെങ്കിൽ ഞാൻ ഡെറൈവ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഫൈനൽ ആൻസർ നിങ്ങൾ ഓർത്തിരിക്കുക. ബട്ട് ഈ ഡെറിവേഷൻ അറിയാമെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ us ടു റിമെമ്പർ. അപ്പൊ കൈനറ്റിക് എനർജി നമ്മൾ പറഞ്ഞു ഒരു മോളിക്യൂളുള്ളതാണിത്. അപ്പൊ n നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ടെങ്കിൽ n ഇൻറ്റു എത്രയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് അറിയത്തില്ല. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡിവൈഡ് ബൈ 2 ഇൻറ്റു kb ഇൻറ്റു t. ഇത് നമുക്ക് എന്നിനെ എങ്ങനെ എഴുതാം? എസ് ബൈ എന്നിനെ നമുക്ക് n ഇൻറ്റു n എന്ന് എഴുതാമല്ലോ. എക്സ് ബൈ 2 kb ഇൻറ്റു t ഇൻറ്റു എന്നിനെ നമുക്ക് എന്ന് എഴുതാം n ഇൻറ്റു സ്മോൾ n. അപ്പൊ n ഇൻറ്റു kb എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് ആക്ച്വലി എസ് ബൈ 2 ഇൻറ്റു ആർ എന്ന് എഴുതാം അല്ലെ. n ഇൻറ്റു kb എന്ന് പറഞ്ഞാൽ ആർ എഴുതാം, ആർ ടി എൻ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എഫ് ബൈ 2 ഇൻറ്റു എൻ ആർ ടി. ഓക്കെ, സോ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എഫ് ബി ഇൻറ്റു എൻ ആർ ടി. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എഫ് ബൈ 2 ഇൻറ്റു ആർ ഇൻറ്റു എൻ ടി. എഫ് ബൈ 2 ഇൻറ്റു ആർ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സി വി ആണ്, സി വി ഇൻറ്റു എൻ ടി. സോ അവർ കൈനറ്റിക് എനർജി ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എൻ ഇൻറ്റു സി വി ഇൻറ്റു ടി. അപ്പൊ ഡെൽറ്റ ഓഫ് കൈനറ്റിക് എനർജി, ഡെൽറ്റ യു എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ഇന്റേണൽ കൈനറ്റിക് എനർജി, ഇന്റേണൽ എനർജി. സോ ഡെൽറ്റ യു എന്ന് പറയുന്നത് എൻ ഇൻറ്റു സി വി, ഇതെല്ലാം കോൺസ്റ്റൻസ്. ഡെൽറ്റ ടി, അതായത് ഈ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഒൺലി ഡിപ്പെൻഡ്സ് ഓൺ, കാരണം ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഒൺലി ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്? എൻ ഡിപ്പെൻഡ് ചെയ്യും. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾ, ഏത് നേച്ചർ ഓഫ് മോളിക്യൂൾ, എത്രയാണ് നമ്പർ ഓഫ് മോൾസ് ആണ് അത്. ഒരു പർട്ടിക്കുലർ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ഒരു പർട്ടിക്കുലർ മാസ് എടുക്കുകയാണെങ്കിൽ അതിൽ എപ്പോഴും n is constant. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ മാത്രമേ നമ്മുടെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഡെൽറ്റ യുവിന് ചേഞ്ച് സംഭവിക്കത്തുള്ളൂ. ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല എന്നാണ്. ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാത്ത പ്രോസസ് ഏതാ? നമ്മുടെ ഐസോതേർമൽ പ്രോസസ്. ഐസോതേർമൽ പ്രോസസ്, അതായത് പി വി, ഐസോതേർമൽ പ്രോസസ്. ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അതുകൊണ്ടാണ് തിയറിനകത്ത് ഒരു പ്രോബ്ലം പോലും ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങളുടെ മിസ്സാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി ഡെറിവേഷൻസ് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഡെറിവേഷൻസ് മനസ്സിലാക്കാൻ ഒന്നുമില്ല. കാരണം ആസ് പെർ ഇക്വിപാർട്ടീഷണൽ തിയറം വെച്ചിട്ട് കൈനറ്റിക് എനർജി ഫോർ ഈച്ച് ഡിഗ്രി ഫോർ ഈച്ച് മോളിക്യൂൾ, ഒരു ഡിഗ്രിന്റെ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരു മോളിക്യൂളിന് വേണ്ടിയിട്ടുള്ള കൈനറ്റിക് എനർജി എന്ന ഹാഫ് ഇൻറ്റു കെ ബി ഇൻറ്റു ടി ആണ്. കെ ബി എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്, ടി എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ. അതിൽ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് അത് കൊടുത്തു, അതാണ് എഫ് കൊടുത്തു. അതേപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എൻ കൊടുത്തു. നമ്പർ ഓഫ് മോളിക്യൂൾസിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോസ് നമ്പർ. ഈ അവഗാഡ്രോസ് നമ്പറും കെ ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്ക് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് കിട്ടുന്നത്. സോ അതുകൊണ്ട് അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ വിൽ ഗെറ്റ് കൈനറ്റിക് എനർജി എന്തായിട്ട് കിട്ടും? എഫ് ബൈ 2 ഇൻറ്റു ആർ ടി എൻ അല്ലെങ്കിൽ എൻ ആർ ടി. എഫ് ബൈ 2 ഇൻറ്റു എൻ ആർ ടി അത് കിട്ടി. അത് തന്നെ എഫ് ബൈ 2 ഇൻറ്റു ആർ ചെയ്യുമ്പോഴാണ് ദാറ്റ് ഈസ് അവർ സി വി. അപ്പൊ ഈ രണ്ട് ടേംസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം, സി വി ഇൻറ്റു എൻ ടി. അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വേണമെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എന്താണ്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ മാറുന്നില്ലെങ്കിൽ അതിനകത്ത് ഇന്റേണൽ എനർജി ഇല്ല. കാരണം പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ ചില കേസിൽ ഇതിലെവിടെയാണ് ഇത് രണ്ടും തന്നിട്ട് വാട്ട് ഈസ് ഇന്റേണൽ എനർജി എന്ന് ചോദിക്കാം, തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ വരുന്നതനുസരിച്ചിരിക്കും. ഇനി പുതിയ ക്വസ്റ്റ്യൻ പുതിയ രീതിയിലാണ് മോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. ബട്ട് ബേസിക് തിങ് ഈസ് ടെമ്പറേച്ചർ ചേഞ്ച് ഉള്ളപ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ഉണ്ടാവുള്ളൂ. കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ ഇന്റേണൽ കൈനറ്റിക് എനർജി എന്തെങ്കിലും കാണത്തുള്ളൂ. ദിസ് ഈസ് ഇന്റേണൽ കൈനറ്റിക് എനർജി ഓർ ഇന്റേണൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ ദിസ് വൺ ഈസ് 0. എന്താണ്? ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാത്തപ്പോൾ. അതർവൈസ് ഇതിനെ നമുക്ക് എന്ത് പറയാം? ഐസോതേർമൽ പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ 0. ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആണ്. there is no temperature change. ഡെൽറ്റ ടി 0 ഇൻ ഐസോതേർമൽ പ്രോസസ്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയാം പി വി ഈസ് കോൺസ്റ്റന്റ്. പി വി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ തലയിൽ കത്തണം എന്ത്? ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് പിയും വിയും പി ഇൻറ്റു വി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആയി കിട്ടുന്നത്. സോ ഐദർ ദർ ഈസ് നോ ടെമ്പറേച്ചർ ചേഞ്ച് ഓർ പി വി ഈസ് കോൺസ്റ്റന്റ് ഓർ ഐസോതേർമൽ എന്നൊക്കെ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ചുമ്മാ ഇന്റേണൽ എനർജി 0 എന്നൊക്കെ പറയുവാണെങ്കിൽ ദിസ് ടേം വാനിഷസ്. ഈ ടേം ഉണ്ടാവില്ല. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പ്രോസസ്സായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? കാർനോട്ട് എഞ്ചിന്റെ കേസ്, അതിന്റെ എഫിഷ്യൻസി, നൗ ഈ കൈനറ്റിക് എനർജി. ഇത് മൂന്നും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, KEAM 2023 പ്രോബ്ലം ആണ്. എ ഹീറ്റ് എഞ്ചിൻ operates between a cold reservoir and a hot reservoir. The engine takes 200 joules of heat from the hot reservoir
and has efficiency of 0.4. The amount of heat delivered to the cold reservoir in a cycle is. അപ്പൊ എന്താ പറയുന്നത്? ഒരു ഹോട്ട് റിസർവോയർ ഉണ്ട്, ഒരു ഹോട്ട് റിസർവോയർ, ഒരു കോൾഡ് റിസർവോയർ ഉണ്ട്. ഇവിടെ T1 ഇത് T2 റിസർവോയർ അല്ലെ സിംഗിൾ. ആ ഹോട്ട് റിസർവോയറിന് ഇവിടുന്ന് നമ്മുടെ കാർനോട്ട് എഞ്ചിൻ ഇവിടുന്ന് എന്ത് ചെയ്തു? ഒരു 200 ജൂൾസ് എടുത്തു. സംതിങ് ഇറ്റ് ഡെലിവേഴ്സ് ടു ഈ കോൾഡിലേക്ക് കൊടുത്തു. സോ Q1 ഈസ് ദിസ് മച്ച്, ദിസ് ഈസ് Q2 അങ്ങോട്ട് കൊടുത്തു. എഫിഷ്യൻസി ഈസ് ഗിവൺ as 0.4. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അവർ ഇക്വേഷൻ, നമ്മുടെ ഇതിന്റെ കാർനോട്ട് എഞ്ചിന്റെ ഇക്വേഷൻ ഓർ എഫിഷ്യൻസി ഇക്വേഷൻ എന്ന് പറയുന്നത് ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് Q2/Q1. Q2 നമുക്കറിയത്തില്ല, എഫിഷ്യൻസി അറിയാം. എഫിഷ്യൻസി എത്രയാ? 0.4 ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2 എത്രയാ? Q2 നമുക്ക് അറിയത്തില്ല. Q2/Q1 ഈസ്, Q1 എത്രയാ? 200 ജൂൾസ് ആണ് തന്നിരിക്കുന്നത്. സോ ഇതിനെ ഇങ്ങോട്ട് 0.4 ഇങ്ങോട്ട് മാറ്റി ഇറ്റ് ബിക്കംസ് 0.6. ഇതിനെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇറ്റ് ബിക്കംസ് Q2/200. സോ Q2 ഈസ് ഈക്വൽ ടു 120 അല്ലേ? 200 ഇൻറ്റു 0.6, 6×12, 120 ജൂൾസ്. അപ്പം ഇത് ഇവിടുന്ന് ഈ ഹീറ്റ് എഞ്ചിൻ ഇവിടുന്ന് ഇവിടുന്ന് കുറച്ച് Q1 എടുത്തു. അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റിയില്ല, കുറച്ച് താഴേക്ക് പോയി, കുറച്ച് പോയതാണ് 60, 80. ബാക്കി നമുക്ക് Q2 ഫൈനലി നമ്മുടെ കോൾഡ് റിസർവോയറിൽ എത്തിയത് ഇറ്റ് ഈസ് 120 ജൂൾസ് ആണ്. സോ Q2 ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ബി 120. ഇറ്റ്സ് വെരി സിമ്പിൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാർനോട്ട് എഞ്ചിന് എന്തായാലും എല്ലാ പ്രാവശ്യം വന്നു കണ്ടിട്ടുണ്ട്. സോ അവർ efficiency is 1 minus Q2/Q1 or 1 minus T2/T1. ചില കേസിൽ ഇവിടെ രണ്ടിന്റെ ടെമ്പറേച്ചർ ആയിരിക്കും തരുന്നുണ്ടാവുക. സോ ബോത്ത് ദീസ് തിങ്സ് ആർ സിമിലർ. സോ ഐദർ എന്താ തന്നിരിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദിസ് വൺ ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ മാത്രം ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്കീം 2025 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇറ്റ്സ് വെരി ഈസി, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇൻ എ കാർനോട്ട് എഞ്ചിൻ, if the ratio of heat rejected to the sink to the heat absorbed from the reservoir is 1:4, then the efficiency of the engine. Engine efficiency ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇറ്റ് ഈസ് സം റേഷ്യോ ഇസ് ഗിവൺ as 1/4. 1/4 എന്ന് പറഞ്ഞാൽ രണ്ട് റിസർവോയറും ഉണ്ട്, സിങ്കും ഉണ്ട്. റിസർവോയറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ദാറ്റ് ഈസ് Q1, ഇതിലേക്ക് കൊടുക്കുന്നതാണ് ഇറ്റ് ഈസ് Q2. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് എനർജി ലോസ് സംഭവിക്കുന്നുണ്ട്. സോ അതിനാണ് നമ്മൾ എഫിഷ്യൻസി എടുക്കുന്നത്. സോ ആക്ച്വലി ഇറ്റ് ഈസ് ഗിവൺ as Q2/Q1 ഈസ് ഗിവൺ as എന്താണ്? 1:4 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആക്ച്വലി എഫിഷ്യൻസി? എഫിഷ്യൻസി വി നോ ദാറ്റ് ഇറ്റ് ഈസ് 1 minus Q2/Q1. സോ 1 minus 1/4 ഇറ്റ് ഈസ് 3/4 അല്ലെങ്കിൽ 0.75. ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ഇൻ പെർസെൻറ്റേജിൽ തന്നിരിക്കുന്നതുകൊണ്ട് സോ ഈറ്റ ഇൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 0.75 ഇൻറ്റു 100. സോ ഇറ്റ് ഈസ് ആക്ച്വലി 75% ആണ് ഈ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി. ഓക്കെ, സോ 75% അല്ലേ? Okay, 1 minus this one is 75. So it's very simple, very easy. Within 1 minute പോലും വേണ്ട ഇത് ചെയ്യാനായിട്ട്. Okay. Next question is again from KEAM 2025. Simple question. പക്ഷെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. Efficiency of a Carnot engine. Carnot engine efficiency depends on the working substance. Does not depends on the nature of working substance. Depends ആണ്. Depends only on the temperature of source or T1, depends only on the temperature of sink T2, does not depends on both the temperatures of source and temperature of sink T1 and T2. നമുക്കറിയാം T1 T2 ആണ് സോഴ്സും റിസർവോയറും. ദിസ് ഈസ് സോഴ്സ് ഓർ റിസർവോയർ, ഇത് സിങ്ക്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ വർക്കിംഗ് സബ്സ്റ്റൻസ്. സോ വാട്ട് ഈസ് എഫിഷ്യൻസി? എഫിഷ്യൻസി വി നോ ദാറ്റ് 1 minus Q2/Q1 is equal to 1 minus T2/T1. ഈ ടീനെയും ക്യൂവിനെയും മാത്രമേ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വേറെ ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്, വേറെ ഏത് നേച്ചർ ഓഫ് ഗ്യാസ് ആണ്, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും നമ്മുടെ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. വി ക്യാൻ യൂസ് എനി മെറ്റീരിയൽ ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി എഫിഷ്യൻസി, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി Q1. സോഴ്സിൽ നമ്മൾ കൊടുക്കുന്ന എനർജി, സിങ്കിൽ കിട്ടുന്ന എനർജി ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ, ബോത്ത് ദ ടെമ്പറേച്ചർ. അപ്പം ഇതല്ല, ഡിപ്പെൻഡ്സ് ഓൺ, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് വർക്കിംഗ് സബ്സ്റ്റൻസ്. പക്ഷെ അത് ശരിയല്ലേ?
does not depend on the working substance. So that is the correct answer. It does not depends on the nature of working substance. അടുത്ത ഓപ്ഷൻ കൂടെ നോക്കിയേക്കാം. ഡിപ്പെൻസ് ഓൺലി ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ്. സോഴ്സിന്റെ ടെമ്പറേച്ചറിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഡസ് ഓൺലി ഡിപ്പെൻസ് ഓൺ ദി സിങ്ക്. അപ്പൊ സിങ്ക് മാത്രമാണെന്നാണ് അവർ പറഞ്ഞത്. അതുമല്ല, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ബോത്ത്. ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെന്നാണ് അടുത്ത ഓപ്ഷനിൽ പറയുന്നത്. സോ ഓൾ ദീസ് തിങ്സ് ആർ wrong. Only thing is that it does not depends on the nature of materials or nature of working substance. It depends only on the both on source temperature and sink temperature. So that is the answer. അപ്പൊ ഇങ്ങനെയുള്ള സില്ലി ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് വരാം. ബട്ട് നമ്മൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കീം 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഇഫ് യു നോ ദ ഇക്വേഷൻ യു ക്യാൻ ഡയറക്ട്ലി ഡു ദിസ് വൺ. യു പ്ലീസ് ട്രൈ ടു ഡു ദിസ് വൺ. നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. വിത്തിൻ 1 മിനിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻ ഐഡിയൽ കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് വിത്ത് സോഴ്സ് ടെമ്പറേച്ചർ T1 ആൻഡ് സിങ്ക് ടെമ്പറേച്ചർ T2 ഹാസ് എഫിഷ്യൻസി ഈറ്റ that we know. Then the value of the ratio T1/T2. അതാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. വി നോ ദാറ്റ് എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ ഈസ് 1 - T2/T1 അല്ലെങ്കിൽ Q2/T1 ആവാം. ഇവിടെ T2 T1 തന്നിരിക്കുന്നതുകൊണ്ട് ഇത് എഴുതാം. സോ T1/T2 ആണ് നമ്മളോട് ചോദിച്ചത്. വാട്ട് ഈസ് T1/T2 എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ ഇതിന് നമുക്ക് എന്ത് എഴുതാം? T2/T1 is equal to 1 - eta. So T1/T2 is of course 1 - eta. So this is the answer. Okay, 1/1 - eta. So എനിക്കൊന്ന് ഹാഫ് മിനിറ്റ് പോലും വേണ്ട. ക്വസ്റ്റ്യൻ വായിക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യനും വളരെ 2 ലൈനേ ഉള്ളൂ. സോ ദിസ് വൺ ഇസ് ഇക്വേഷൻ. ഈ ആൻസർ ഓപ്ഷൻ എ ഇസ് ആൻസർ. ശ്രദ്ധിച്ചാൽ മാത്രമേ അറിയാതെ T2/T1 നമ്മൾ എഴുതാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നതെന്ന്. ഈറ്റ എന്ന് പറഞ്ഞാൽ 1 - T2/T1 നമുക്ക് ആണ് ഇക്വേഷൻ. കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ you can easily do this problem. Okay, and you'll get 4 marks. Next question, Team 2021 ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് കൂടുതൽ ചെയ്യേണ്ടി വരും. That's all. All the concepts are same. Question വായിക്കാം. When the temperature of the source of a Carnot engine is at 400 Kelvin, its efficiency is 25%. The required increase in temperature of the source to increase the efficiency to 50%. So എന്താ പറഞ്ഞേക്കുന്നത്? Temperature of the source T1 400K ആയിരുന്നപ്പോൾ efficiency was 25%. So that means 0.25. ഇനി എന്താ പറയുന്നത്? ഇനി ഏതോ ഒരു T1 വേണം. So that efficiency becomes 50% ആക്കണമെങ്കിൽ എന്തായിരിക്കണം സോഴ്സിന്റെ ടെമ്പറേച്ചർ? സോ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ നമുക്ക് എഴുതാം. എന്താണ് അറിയാവുന്നത്? എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 1 - T2/T1 അല്ലേ? അപ്പൊ ഫസ്റ്റ് എഫിഷ്യൻസി നമുക്കറിയാം 0.25 ആണ്. അന്നേരം ഇറ്റ് വാസ് 1 - T2 നമുക്ക് അറിയത്തില്ല. T1 വാസ് 400. T1 400 ആയിരുന്നപ്പോൾ എഫിഷ്യൻസി വാസ് 0.25. അങ്ങനെയാണ് T2 കാണാമല്ലോ. T2/400 ഇങ്ങോട്ട് എടുക്കുക. ഇറ്റ് ഈസ് 1 - 0.25. It is equal to 0.75. So T2 എന്ന് പറയുന്നത് 400 into 0.75 നമുക്ക് കിട്ടി. So 400 into 0.75 നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാമല്ലോ. So it means it is 300 Kelvin. T2 300 ആണ്. T1 ഇതാണ്. ഇനി എന്താ പറയുന്നത്? ഇനി T1 എന്തോ മാറ്റം വരുത്തണം. സോ ദാറ്റ് എഫിഷ്യൻസി 0.5 ആക്കണം. സോ 0.5 വെച്ച് ഈറ്റ ഈസ് ഈക്വൽ ടു 1 - T2/T1. തീറ്റ നമുക്ക് 0.5 വേണമെങ്കിൽ വാട്ട് വിൽ ബി അവർ T2 നമുക്കറിയാം. T2 മാറ്റം വരുത്താൻ പറഞ്ഞിട്ടില്ല. 300/T1. ഇനി ഇത് സോൾവ് ചെയ്ത് നോക്കൂ. 0.5 അങ്ങോട്ട് മാറ്റാം. സോ 300/T1 ഇസ് ഈക്വൽ ടു 0.5. 1 - 0.5 അല്ലേ? ഇനി T1 ഇസ് ഈക്വൽ ടു 300/0.5. ഇറ്റ് ഈസ് ആക്ച്വലി എത്രയാണ്? 600 Kelvin. അപ്പോൾ T1 600 Kelvinനും T2 നമുക്ക് കിട്ടി. T2 മാറ്റാൻ പറഞ്ഞിട്ടില്ല. T1 മാത്രമാണ്. The required increase in temperature of the source so that we will get an efficiency of 50%. അപ്പോൾ 50%, ഇപ്പം നിലവിൽ 25 ഉള്ളൂ. 50% എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് we need to increase the temperature of the source from 400 to 600K. So 600K is the answer. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഒരു സ്റ്റെപ്പും കൂടെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു സ്റ്റെപ്പും കൂടെ ചേർത്ത് ചോദിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 0.25 ആണ് 400Kക്ക്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക്
പോയിന്റ് എഫിഷ്യൻസി ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടെമ്പറേച്ചർ എത്ര കൂട്ടേണ്ടി വരും ഫസ്റ്റത്തെ ഇനിഷ്യൽ ടെമ്പറേച്ചർ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T2 ആണ്, T2 മാറ്റാൻ പറഞ്ഞിട്ടില്ല. സോ T2 is സെയിം. ഇവിടുന്ന് കിട്ടുന്ന T2 നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആൻഡ് വിൽ ഗെറ്റ് ദ T1 as 600K. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇച്ചിരി പഴയതാണ്, 2014 ക്വസ്റ്റ്യൻ ആണ്. A Carnot engine operates between temperatures T1 and T2 has efficiency 0.2. When T2 is reduced by 50 Kelvin, T2 ആണ്, T2 is reduced by 50 Kelvin, its efficiency increases to 0.4. Then T1 and T2 കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്താ പറയുന്നത്? കാർനോട്ട് എഞ്ചിൻ T1നും T2നും ഇടയ്ക്കാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അന്നേരം അതിന്റെ എഫിഷ്യൻസി 0.2 ആയിരുന്നു. പിന്നെ T1 അങ്ങനെ തന്നെ ആക്കി, T2 എന്താക്കി? T2 മൈനസ് 50K അല്ലെ, T2 മൈനസ് 50 കെൽവിൻ തന്നെ തന്നിരിക്കുന്നതുകൊണ്ട് വിളിക്കാം. T2 മൈനസ് 50 ആയപ്പോ ഇറ്റ്സ് എഫിഷ്യൻസി ബിക്കംസ് 0.4. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് T1, വാട്ട് ഈസ് T2? ഇതാണ് ചോദിച്ചത്. അപ്പൊ ഫസ്റ്റ് വെച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാം. Eta is equal to 1 minus T2 by T1. ഇത് മാറിപ്പോലെ. സോ Eta is 0.2 is equal to 1 minus T2 by T1. സോ നമുക്ക് T2 by T1 എന്ന് പറയുന്നത് 1 minus 0.2 is equal to 0.8 എന്നറിയാം. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. എന്താ? T2 by T1 0.2. ഇനി മറ്റേ കേസ്, നമ്മുടെ കേസ് 2ൽ എന്ത് പറ്റി? ഈ T2നെ Eta is 0.4 എപ്പോഴാണ് 1 minus T2നെ T2 minus 50 ആക്കിയപ്പോൾ by T1. It is 0.4. നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതാമല്ലോ. ഇറ്റ് ഈസ് 1 മൈനസ് T2 by T1. ഇനി ഇതിനെ പ്ലസ് ആക്കാം, പ്ലസ് 50 by T1. ഇത് മനസ്സിലാകാത്ത കാര്യമില്ലല്ലോ. സോ ദിസ് വൺ ഈസ് 0.4 നമുക്കറിയാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.4 ഇത് ഇവിടെ കിടന്നോട്ടെ, ഇതിനെ ഇങ്ങോട്ട് മാറ്റാം. -1 പ്ലസ് T2 by T1 ഇസ് ഈക്വൽ ടു എത്രയാണ്? 50 by T1. സോ 0.4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 0.6 പ്ലസ് T2 by T1 എത്ര നമുക്ക് കിട്ടിയത്? ഇറ്റ് ഈസ് ഫ്രം ഇക്വേഷൻ 1, ഇറ്റ് ഈസ് 0.8. ദാറ്റ് ഈസ് 50 by T1. സോ ഇത് വന്നിട്ട് 0.2. സോ 50 by T1 ഈസ് 0.2. So T1 is equal to 50 by 0.2. So that becomes 500 by 2 is equal to 250 K. 250 K ആണ് എന്ത്? T1 കിട്ടിയത്. So T1 250 ആയിട്ട് ഒരു ഓപ്ഷനേ ഉള്ളൂ. അനദർ വൺ ഈസ് ഓഫ് കോഴ്സ് 200 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. T2 by T1 നമുക്ക് എത്രയാണ് കിട്ടിയത്? ഇറ്റ് ഈസ് 0.8. സോ T2 എന്ന് പറയുന്നത് 0.8 into T1. T1 is 250. So of course 0.8 into 200 is 2.8 into 250 എന്ന് പറഞ്ഞാൽ 200 തന്നെയാണ്. So answer is option B, 250, T1 is 250, T2 is 200. Okay, very simple. നെക്സ്റ്റ് ഒരു ഹോംവർക്ക് പ്രോബ്ലം ആണ്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ടോപ്പ് 100ൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ യു ഹാവ് ടു ഗോ ത്രൂ ഓൾ ദ ക്വസ്റ്റ്യൻസ്, യു ഹാവ് ടു ഡു ദ ഹോംവർക്ക് പ്രോബ്ലം. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. ക്വസ്റ്റ്യൻ വായിക്കാം. A Carnot engine whose low temperature reservoir is at 350 K has an efficiency of 50%. It is desired to increase this to 60%. If the temperature of the low temperature reservoir remains constant, then the temperature of the high temperature reservoir must be increased by how many degrees? Okay, note the question, how many degrees? ഓപ്ഷൻ തന്നിട്ടുണ്ട് 15, 175, 100, 50, 120. സോ യു ഡു ദ പ്രോബ്ലം. ഓക്കെ, ആൻസർ കിട്ടുന്നത് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോർ ദിസ് സെഷൻ, ദിസ് പാർട്ട്. ഇന്റേണൽ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് വേറെയും കൂടെ ഉണ്ട്. ദാറ്റ് ഐ വിൽ ഡു ഇൻ നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, ബൈ.